അതിശക്തമായ മഴയാണ്. അതായത് ഉത്രാടപ്പാച്ചിൽ ശരിക്കും മഴ കൊണ്ടുപോയി എന്ന് പറയേണ്ടി വരും. കാരണം രാവിലെ അതാണ് കണ്ണൂരിലെ ഒരവസ്ഥ. ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് ഉത്രാടപ്പാച്ചിൽ വെള്ളത്തിലായെന്ന് പറയും. ഇപ്പോൾ ഇത് സ്റ്റേഡിയം കോർണർ, കണ്ണൂർ സ്റ്റേഡിയം കോർണറിന് സമീപത്ത് ഈ പൂക്കച്ചവടമൊക്കെ നടത്തുന്ന ആളുകളാണ്. അപ്പോൾ രാവിലെ ഇന്ന് ഉത്രാടപ്പാച്ചിലായതുകൊണ്ട് തന്നെ രാവിലെ പൂ വാങ്ങാൻ ധാരാളം പേര് എത്തേണ്ട സമയമാണ്. പക്ഷേ ഇതാണ് അവസ്ഥ. പൂക്കളൊക്കെ തന്നെ ഇങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ് മഴ നനയാതിരിക്കാൻ. ഈ തെരുവിൽ കച്ചവടം നടത്തുന്നവരെ വലിയ രീതിയിൽ തന്നെ മഴ ബാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും കണ്ണൂരിൽ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ കണ്ണൂർ നഗരത്തിൽ, അതായത് മലയോര മേഖലയിലായിരുന്നു അതിശക്തമായ മഴ. നഗരത്തിലേക്ക് എത്തുമ്പോൾ മഴ മാറി നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇവിടെ ಮಳೆ ನಿങ്ങളുടെ ಕಚ್ಚೋಡತೆ ಬಾಧಿಸಲ್ಲ? ಮಳೆಯಿಂದ ನಮಗೆ ತುಂಬ ಲಾಸು ಸಹ. ಹೂವು ರೇಟ್ ಜಾಸ್ತಿ, ಇಲ್ಲಿ ಬಂದ್ರು ಮಳೆ ನಮಗೆ ಅವರಿಲ್ಲ, ಎಲ್ಲ ಲಾಸು. ನಷ್ಟ, ಎಲ್ಲ ನಷ್ಟ. ಎಷ್ಟು ಸುಮ್ಮನೆ 3 ದಿವಸ ಬಂದು ಕೂತಿದ್ದೀವಿ, ಏನು ಲಾಭ ಇಲ್ಲ, ಏನು. 3 ದಿವಸ ಆಯ್ತು. ಊರು ಕೊಣನೂರು, ಮೈಸೂರು, ಹಾಸನು, ಕೊಣನೂರು. ಹೂವು ಎಲ್ಲ ಮಳೆಗಿಂಗೆಲ್ಲ ಹಾಳು, ತೆಗಿಯರಿಲ್ಲ, ಇಲ್ಲೆಲ್ಲ ಕೂಡಲ್ಲ, കൂത്കൊണ്ട് മാറൊക്കെ ബുർത്തേ ഇല്ല. ഇവരുടെ അന്യനാട്ടിൽ നിന്ന് പോലും നമ്മുടെ നാട്ടിലേക്ക് ഈ ഓണക്കാലം പ്രതീക്ഷിച്ച് വരുന്നതാണ്. ഈ കനത്ത മഴ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാവർക്കും. ഈ ഓരോ സീസൺ അനുസരിച്ചാണല്ലോ കച്ചവടങ്ങളുടെ കാര്യത്തിൽ അല്പം ലാഭം ഉണ്ടാക്കാം എന്ന പ്രതീക്ഷയിലൊക്കെ ഇവർ വരുന്നത്. അതൊരു വലിയ കഷ്ടമായി പോയി അല്ലേ. സങ്കടകരമായ അവസ്ഥയാണ്. ഈ മഴ മാറി ഒന്ന് വെയിൽ വന്ന് തെളിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. നാളെയാണ് തിരുവോണം, ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. അപ്പോൾ ഈ തിരുവോണത്തിന്റെ കച്ചവടമെങ്കിലും പൊടി പിടിക്കാൻ ഇവർക്കൊക്കെ കഴിയട്ടെ അല്ലേ ഫെലിക്സ്? തീർച്ചയായിട്ടും അവരുടെ കച്ചവടം. ചേട്ടൻ ഇവിടെ വാങ്ങാൻ വന്നാണോ? മഴയാണല്ലേ, മഴയാണ്, മൊത്തം മഴയല്ലേ. അതെ, എല്ലാരെയും ബാധിക്കൂലേ. പൂക്കൾ മത്സരം എല്ലാം മത്സരിക്കും, എല്ലാം നനഞ്ഞു പോയില്ലേ. മത്സരത്തിനൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ട്, പങ്കെടുക്കാൻ പോവാന്നില്ലേ, എല്ലാം നനഞ്ഞിട്ടല്ലേ ഉള്ളത്. ഇവിടെ പൂ വാങ്ങാൻ വന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇവിടെ എത്തിയ സമയത്ത് ഭയങ്കര മഴയാണ്, അപ്പോൾ പൂക്കളൊക്കെ ഇടാൻ കഴിയുമോ എന്നൊരു ആശങ്കയൊക്കെ അവർ പങ്കുവെക്കുന്നുണ്ട്. മത്സരത്തിലൊക്കെ പങ്കെടുക്കാനൊക്കെ പൂ വാങ്ങാൻ വന്ന ആളുകളാണ്. കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതായാലും ജാഗ്രത കൃത്യമായി പാലിക്കുക. ഓണം ആഘോഷിക്കുക എന്നതിലപ്പുറം സുരക്ഷിതരായി ഇരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ ആഘോഷം നമുക്ക് വേണം. അതിനൊപ്പം ഈ മഴയുടെ ഇടയിലും അങ്ങനെ വീട്ടിലിരുന്ന് ആഘോഷിക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ളതുകൊണ്ട് ഓണം പോലെ അങ്ങനെ ആഘോഷിക്കാം എന്ന് വിചാരിക്കൂ. അല്ലാതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഈ കച്ചവടക്കാരുടെ കാര്യത്തിൽ അയ്യോ അതെപ്പോഴും ഒരു സങ്കടമാണ്. ഈ കച്ചവട സീസണിൽ, അത് ഓണ സീസണിൽ അത് പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മഴ മാറുമായിരിക്കും എന്ന് വിചാരിക്കുക.